ഈ സ്ഥലത്തെപ്പറ്റിയോ എങ്ങോട്ടാണ് പോകുന്നതെന്നോ യാതൊരു ധാരണയുമില്ല. ജമ്മു കാശ്മീരിൽ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വഴികാട്ടാൻ സ്ട്രീറ്റ് ലൈറ്റോ സൈൻ ബോർഡോ മൊബൈൽ സിഗ്നലോ ഗൂഗിൾ മാപ്പോ ഒന്നുമില്ല. നേരം പുലർന്നപ്പോഴാണ് യാത്ര ചെന്ന് അവസാനിച്ചത് ഇങ്ങനെയൊരു സ്ഥലത്തായിരുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ചുറ്റിലും തൂവെള്ള നിറത്തിൽ മഞ്ഞുമലകൾ. ഡൽഹിയിൽ നിന്നും പഞ്ചാബ് ലുധിയാന വഴിയാണ് ഞങ്ങൾ കശ്മീരിലേക്ക് പോകുന്നത്. ഈ റൂട്ടിലൂടെയെല്ലാം ആദ്യമാണ്. 350 കിലോമീറ്ററോളം സ്ട്രെയിറ്റ് ഡ്രൈവായിരുന്നു. നമുക്കറിയാത്ത പലതരം കാഴ്ചകൾ കണ്ടുകൊണ്ട് രാത്രിയോടെ തിരക്കേറിയ ലുധിയാന പട്ടണത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. തലങ്ങും വിലങ്ങും വാഹനങ്ങൾ നീങ്ങുന്ന പട്ടണത്തിലെ ഒരു വലിയ റോഡ് കടന്നു പോകുന്ന പാലത്തിൻ്റെ താഴെയുള്ള ഊടുവഴികളിലൂടെ ഞങ്ങൾ ബുക്ക് ചെയ്ത മുറി തേടി മെല്ലെ നീങ്ങി. ഒരു വാഹനത്തിന് കഷ്ടി കടന്നുപോകാൻ മാത്രം കഴിയുന്നൊരു തെരുവ്. അതിലൂടെ വേണം ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത മുറിയിലേക്ക് എത്താൻ. മെല്ലെ മെല്ലെ ആ വഴിയിലൂടെ കടന്ന് ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ഒരു ദിവസം മുഴുവൻ നീണ്ട ഡ്രൈവിൻ്റെ ക്ഷീണത്തിൽ മെല്ലെ മുറിയിലേക്ക്. രാവിലെ തന്നെ ലുധിയാനയിൽ നിന്നും ഡ്രൈവ് ആരംഭിച്ചു. ഇന്നും പകൽ മുഴുവൻ ഡ്രൈവാണ്. 350 കിലോമീറ്റർ തന്നെയാണ് ഇന്നും യാത്ര ചെയ്യേണ്ടത്. പക്ഷേ ഇന്നലത്തെ അത്രയും പെട്ടെന്ന് നമ്മൾക്ക് ആ മിഷൻ പൂർത്തിയാക്കാൻ കഴിയില്ല. കാരണം മലകയറ്റമാണ് ഇന്ന് പ്രധാനമായും. ഘാട്ട് റോഡുകളിലൂടെ വേണം ഇന്ന് ഡ്രൈവ് ചെയ്യാൻ. പക്ഷേ കശ്മീരിലേക്ക് ഡ്രൈവ് ചെയ്യുക എന്ന വലിയ സ്വപ്നം പൂവണിയുന്ന ദിവസമാണിന്ന്. അതിൻ്റെ ത്രില്ലിലാണ് ഞാനും വിനോദം. പക്ഷേ ഞങ്ങൾക്ക് മുന്നിൽ വലിയ വെല്ലുവിളികളാണ് ഇനി വരാനിരിക്കുന്നതെന്ന ധാരണയൊന്നുമില്ലാതെ അറിയാത്ത നാടുകളിലൂടെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. പതിയെ ഞങ്ങൾക്ക് മൊബൈൽ നെറ്റ്വർക്ക് സിഗ്നൽ നഷ്ടമായി തുടങ്ങി. വോഡാഫോൺ പോസ്റ്റ്പെയ്ഡും BSNL ഐഡിയയും ജിയോയുമാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും സിം കാർഡുകൾ. സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് BSNL പോസ്റ്റ്പെയ്ഡിന് മാത്രമായിരുന്നു കശ്മീരിൽ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നത്. കശ്മീരിലെ 9.2 കിലോമീറ്റർ നീളമുള്ള ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണലിന് മുന്നിലെ ട്രാഫിക്കിൽ ഞങ്ങൾക്ക് 2 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് ഈ രാത്രി ശ്രീനഗറിലേക്ക് ഡ്രൈവ് ചെയ്ത് എത്താൻ കഴിയില്ലെന്ന് ട്രാഫിക്കിൽ പരിചയപ്പെട്ട ഒരു കശ്മീർ സ്വദേശി പറയുകയും ചെയ്തു. ഒരു ഭാഗത്ത് പാറകെട്ടും മറുഭാഗത്ത് വലിയ കൊക്കയുമുള്ള ആ റോഡ് നിങ്ങൾക്കും അറിയാവുന്നതായിരിക്കും. കശ്മീരുകാരൻ പറഞ്ഞതനുസരിച്ച് ഇന്ന് രാത്രി തങ്ങാനുള്ള മുറി കിട്ടാൻ സാധ്യതയുള്ള പറ്റ്നി ടോപ്പ് ലക്ഷ്യമാക്കി ഞങ്ങൾ ഡ്രൈവ് തുടർന്നു. പക്ഷേ ആ റൂട്ടിൽ ഞങ്ങൾ മാത്രം. നോ സിഗ്നൽ, നോ സ്ട്രീറ്റ് ലൈറ്റ്, നോ സൈൻ ബോർഡ്. ഞങ്ങളിങ്ങനെ ഹെയർ പിൻ കയറുകയാണ്. വശങ്ങളിൽ നിറയെ വലിയ പാറകൾ പോലെ. തണുപ്പ് അരിച്ചു കയറുന്നു. ആ രാത്രിയിൽ ഞങ്ങൾ വെളിച്ചം കണ്ട 2 കെട്ടിടങ്ങളിൽ കയറി അന്വേഷിച്ചതിന് ശേഷം മൂന്നാമത്തെ ഒരു സ്ഥലത്ത് മുറി സംഘടിപ്പിക്കാനായി. തണുപ്പ് കുത്തിക്കയറുന്ന പോലെ റോഡ് വക്കിലെ വലിയ പാറക്കെട്ടുകൾ ഐസ് ആയിരുന്നുവെന്ന് രാവിലെ മാത്രമാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ആദ്യമായി ഐസ് വീണ മലനിരകളിലേക്ക് വണ്ടി ഓടിച്ചെത്തിയിരിക്കുന്നു. ഞങ്ങൾ താമസിച്ച കെട്ടിടത്തിന് പുറത്ത് തകര കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു ചെറിയ കെട്ടിടത്തിലാണ് അവർ ഭക്ഷണം പാകം ചെയ്തിരുന്നത്. എന്തൊക്കെ തരം ഭക്ഷണങ്ങളാണ് അവരവിടെ ഉണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് അവരുണ്ടാക്കുന്നതെന്നും കാണാൻ വേണ്ടി ഞാൻ മെല്ലെ താഴേക്കിറങ്ങി. ജമ്മു കാശ്മീരിലെ പാറ്റ്നി ടോപ്പിൽ ഞങ്ങൾ ഇന്നലെ താമസിച്ച കെട്ടിടമാണിത്. ഒരു മുറിക്ക് 1800 രൂപയാണ് അവർ ചാർജ് ചെയ്തിരുന്നത്. 2 പേർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളുള്ള ഒരു മുറിക്ക് 1800 രൂപയാണ് അവർ ചാർജ് ചെയ്തിരുന്നത്. എന്നാൽ അവർ അവകാശപ്പെട്ടതുപോലെ വൈഫൈ സൗകര്യങ്ങളൊന്നും ഞങ്ങൾ റൂം ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. അതിൻ്റെ പേരിൽ ഇവിടുത്തെ ജീവനക്കാരുമായി രാത്രി തന്നെ ചില്ലറ കശപിശയൊക്കെ ഞങ്ങൾക്ക് നടത്തേണ്ടി വന്നിരുന്നു. കാരണം ഞങ്ങൾക്ക് മൊബൈൽ നെറ്റ്വർക്കോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാത്തതിനാൽ വീട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ആരുമായും കണക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ മെല്ലെ ഞങ്ങൾ അവിടുത്തെ കിച്ചണിലേക്ക് കയറി. വളരെ മിനിമലായ സൗകര്യങ്ങൾ മാത്രമുള്ളൊരു കിച്ചൺ. ഇവിടെ വരുന്ന ആളുകൾക്കെല്ലാം ഈ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഭക്ഷണം ഇവർ പാകം ചെയ്തിരുന്നത്. ഭയങ്കരമായ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇവിടെ അങ്ങനെ നമുക്ക് കിട്ടാൻ സാധ്യതയില്ലെന്ന് ആദ്യം തന്നെ മനസ്സിലായിരുന്നു. മാഗി, ഓംലെറ്റ്, പിന്നെ ബ്രെഡ്, അങ്ങനെ വളരെ മിനിമലായ കാശ്മീരിൻ്റെ സ്വന്തം പരിപാടികളൊക്കെ തന്നെയായിരുന്നു നമ്മൾക്ക് ഇവിടെയും കിട്ടിയിരുന്നത്. എന്തായാലും നമ്മൾ അതും കഴിച്ച് മെല്ലെ രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അവർ 2 പാത്രത്തിൽ ഞങ്ങൾക്ക് മാഗി നൂഡിൽസ് ഉണ്ടാക്കി തന്നു. അതിൻ്റെ കൂടെ ഓരോ ഓംലെറ്റും. അതും കഴിച്ച് ഞങ്ങൾ മെല്ലെ മേലേക്ക് റൂമിലേക്ക് വന്നു. കുറച്ച് മേലേക്ക് നടന്നു പോകാൻ ഞാൻ തീരുമാനിച്ചു. ഐസ് മൂടിയ കെട്ടിടങ്ങളും കാഴ്ചകളുമെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി കാണുന്നതായിരുന്നു. തണുപ്പ് നമ്മളെ വരിഞ്ഞു മുറുകുന്നത് പോലൊരു ഫീലായിരുന്നു. ഞാനൊരു സോക്സും അതിന് മേലൊരു തെർമൽസും അതിന് മുകളിലാണ് എൻ്റെ ഷൂസും ഇട്ടിരുന്നത്. എന്നിട്ട് പോലും എൻ്റെ കാലിൻ്റെ ചൂണ്ടുവിരലിലൂടെ തണുപ്പ് അടിച്ച് കയറുന്നത് പോലത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്.
എന്തായാലും ഈ കാഴ്ചകളെല്ലാം ആദ്യമായി കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ കുറേയധികം ദൂരം അവിടെയും ഇവിടെയും എല്ലാമായി നടന്നു. കുറേ മേലെയായിരുന്നു ഞങ്ങളുടെ വാഹനം നിർത്തിയിരുന്നത്. ഞാൻ മെല്ലെ അവിടത്തേക്ക് നടന്നു. പല ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകരെല്ലാം വാഹനങ്ങളിൽ വന്ന് ഇവിടെ വണ്ടി നിർത്തിയതിന് ശേഷമാണ് താഴെ മുറിയിലേക്ക് നടന്നു പോകേണ്ടത്. അതുകൊണ്ട് തന്നെ വാഹനം മേലെ നിർത്തിയ സ്ഥലത്തേക്ക് ഞാൻ മെല്ലെ നടന്നുപോയി. നമ്മുടെ വണ്ടിയുടെ അവസ്ഥ എന്താണെന്നും പറയാൻ പറ്റില്ല. ഇന്നലെ കുറേ അധിക ദൂരം മഞ്ഞിലും മഴയിലും എല്ലാം സഞ്ചരിച്ചതാണ്. അങ്ങനെ മെല്ലെ ഞാൻ നടന്ന് വണ്ടിയുടെ അടുത്തേക്ക് എത്തി. ഇതുപോലെ ഒരു യാത്രക്ക് ഇത്രയധികം കോൺഫിഡൻസ് തരുന്ന വേറെ ഒരു വാഹനം ഞങ്ങളുടെ ബജറ്റിൽ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഉണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. എവിടെയും കൊണ്ടുപോകാം, എവിടെയും പാർക്ക് ചെയ്യാം, എങ്ങനെയും ഓടിക്കാം, ഒന്നും പേടിക്കണ്ട. നമ്മളൊരാളായി വണ്ടിയിൽ ഇരുന്നാൽ മാത്രം മതി. ബാക്കി കാര്യം വണ്ടി നോക്കിക്കോളൂ. മഞ്ഞുമലകളുടെ കാഴ്ചകൾ തേടിക്കൊണ്ട് ഞാൻ കുറേ അധികം ദൂരം നടന്നു. കുറേ ഫോട്ടോകൾ എടുത്തു. ആദ്യമായി ഈ കാഴ്ചകളെല്ലാം കാണുന്നതിൻ്റെ ഭയങ്കരമായൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് വല്ലാതെ ഉണ്ട്. അതെന്നെ വിട്ടു പോകുന്ന ലക്ഷണമേ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ വണ്ടിയെടുത്ത് ഇവിടുത്തെ കാഴ്ചകൾ കാണാനായി ഇറങ്ങി. ചുറ്റിലും മഞ്ഞുമലകൾ, മഞ്ഞു മൂടിയ പർവ്വതങ്ങൾ. അതിലൂടെ ഞങ്ങളുടെ ഥാർ ഞങ്ങളെയും കൊണ്ട് മെല്ലെ യാത്ര തുടർന്നു. ശേഷം അടുത്ത എപ്പിസോഡിൽ